സഹോദരൻ്റെ മദ്യപാനം കുറയ്ക്കാൻ വേണ്ടി വന്ന സഹോദരിയെ സഹോദരൻ കൊലപ്പെടുത്തി. കഴിഞ്ഞ ദിവസം ഈ സംഭവം ഉണ്ടായത് മണ്ണന്തല പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ്. ഷഹീന എന്ന സ്ത്രീ 2 കുട്ടികളുടെ അമ്മയാണ്. ഭർത്താവ് ശാസ്താംകോട്ടയിലാണ്. ശാസ്താംകോട്ടയിൽ ഭർത്താവിൻ്റെ അടുത്ത് കുട്ടികളെ ആക്കിയിട്ട് ഇവർ സഹോദരൻ്റെ മദ്യപാനം നന്നാക്കാൻ എന്ന പേരിൽ സഹോദരൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഒരു വീട് വാടകയ്ക്കെടുത്തു മണ്ണന്തലയിൽ. അതിന് കഴിഞ്ഞ 6 മാസമായി ഇവർ ഭർത്താവിനെയും കുട്ടികളെയും ഉപേക്ഷിച്ച് സഹോദരൻ്റെ ഒപ്പമാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അവിടെ ചില പ്രശ്നങ്ങളുണ്ടായി. അത് മാതാപിതാക്കളായ ഷഹീനയുടെ മാതാപിതാക്കളായ ഷഫീഖും സെലീനയും അവർ സഹോദരൻ്റെ ഈ വാടകയ്ക്കെടുത്ത വീട്ടിൽ വന്നു. സ്ഥിരം മദ്യപാനിയാണ് സഹോദരൻ ഷംസാദ്. അയാളുടെ സുഹൃത്ത് ഒരു മദ്യപാനിയുണ്ട്, വൈശാഖ്. മാതാപിതാക്കൾ ഈ വീട്ടിലെത്തിയപ്പോൾ വീട് അവർ തുറക്കുന്നില്ല, മാതാപിതാക്കളെ വീട്ടിൽ കയറ്റുന്നില്ല. അവർ ആ വീടിനകത്ത് മകള് രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കണ്ടു. സഹോദരനെ ഇവരെ വീട്ടിൽ കയറ്റാത്തത് കൊണ്ട് അവർ അടുത്ത വീട്ടിൽ ചെന്നിട്ട് ആംബുലൻസ് വാഹനം വിളിച്ചു. മണ്ണന്തല പോലീസിനെയും വിളിച്ചു. പോലീസും മറ്റും വരുമ്പോൾ ഷഹീന ആ വീടിനുള്ളിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതാണ് കണ്ടത്. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു. എങ്ങനെയാണ് മുറിവുണ്ടായത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ വെളിയിലോട്ട് വരുന്നതേ ഉള്ളൂ. ഈ രക്തം തളം കെട്ടി അല്ലെങ്കിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന സഹോദരി കിടക്കുന്ന മുറിയുടെ അടുത്ത മുറിയിൽ നന്നായിട്ട് മദ്യപിച്ചുകൊണ്ട് ഷംസാദും അയാളുടെ കൂട്ടുകാരൻ വൈശാഖും ഇരിക്കുന്നത് കണ്ടു. 2 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്താണ് സംഭവിച്ചതെന്ന് വൈശാഖിന് അറിയില്ല. വൈശാഖിനെ വിളിച്ചു വരുത്തിയതാണ് എന്ന് വൈശാഖ് പറയുന്നു. ഷംസാദ് തൻ്റെ കൂട്ടുകാരനും മദ്യപാനിയായ വൈശാഖിനെ വിളിച്ചു വരുത്തി. അവനടുത്ത് എന്തു പറഞ്ഞെന്നറിയത്തില്ല. ഈ ബോഡി നീക്കാൻ വേണ്ടിയിട്ടായിരിക്കണം വിളിച്ചു വരുത്തിയെന്ന് കരുതുന്നു. അയാളാണ് പോലീസിനടുത്ത് പറയുന്നത് താൻ വരുമ്പോൾ ഇവർ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതാണ് കണ്ടതെന്ന്. അപ്പോൾ അതിനു മുമ്പാണ് അവിടെ ഈ വഴക്കുണ്ടായി. സഹോദരൻ ഷംസാദ് നല്ല മദ്യപാനിയാണ്. അതുകൊണ്ട് തന്നെയാണ് സഹോദരി ഇവിടെ വീട് വാടകയ്ക്കെടുത്ത് ചികിത്സയ്ക്കായിട്ട് ഇവനെയും അവിടെ ഒപ്പം താമസിക്കുന്നതെന്ന് പറയുന്നു. എന്തായാലും വൈശാഖിൻ്റെ മൊഴി അനുസരിച്ച് പോലീസിന് ഇതിലെ ദുരൂഹത ഇത് കൂടിയതായിട്ടാണ് പോലീസ് പറയുന്നത്. കാരണം അയാൾക്ക് ഈ കൊലപാതകത്തിലെങ്ങും പങ്കില്ല. മാതാപിതാക്കളെ വീട്ടിൽ കയറ്റാതെയും മാതാപിതാക്കളെ അവിടുന്ന് ഓടിക്കാനും ശ്രമിച്ചതാണ് വഴിത്തിരിവായത്. അല്ലെങ്കിൽ ഈ ഡെഡ് ബോഡി എങ്ങനെയെങ്കിലും അവർ മറവ് ചെയ്യുമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. മറവ് ചെയ്യാൻ വേണ്ടി തന്നെ ആയിരിക്കും വൈശാഖിനെ വിളിച്ചു വരുത്തിയത്. വൈശാഖാണ് പറയുന്നത് താൻ വരുമ്പോൾ വീടിനുള്ളിൽ ഇവർ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതാണ് കണ്ടത്. ശാസ്താംകോട്ടയിൽ നിന്ന് ഭർത്താവുമായിട്ട് പിണങ്ങി വന്നാണ് ഇവിടെ നിൽക്കുന്നതെന്നും വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും മാതാവും പിതാവും ഇത് കണ്ടിട്ട് അവിടുന്ന് ഓടി അവരവിടെ രക്ഷപ്പെട്ടു. അയൽവക്കത്തെ വീട്ടിൽ അഭയം പ്രാപിച്ചിട്ടാണ് പോലീസിനെ വിളിച്ചത്. ഏതായാലും ഷംസാദിനെയും വൈശാഖിനെയും പോലീസ് കസ്റ്റഡിയിലുണ്ട്. സഹോദരിയെ കൊലപ്പെടുത്തിയത് എന്ത് കാര്യത്തിന് എന്താണെന്ന് ഇതുവരെ മനസ്സിലാകുന്നില്ല. ഏതായാലും സമീപപ്രദേശ CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം മറ്റാരെങ്കിലും ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ, എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5-6 മാസമായിട്ട് ആ വാടക വീട്ടിനകത്ത് സഹോദരിയും സഹോദരനും കഴിയുകയാണ്. കൊലപാതകത്തിലേക്ക് സഞ്ചരിക്കാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. പോലീസ് അതൊരു ദുരൂഹതയാണ്. ഇതിനകത്ത് വൈശാഖും ഷംസാദും ചേർന്നാണ് കൊല നടത്തിയെന്നാണ് പോലീസ് ആദ്യം കരുതിയത്. പക്ഷേ അയാളുടെ സ്റ്റേറ്റ്മെൻറ്റ് താൻ വന്നപ്പോൾ ഇവർ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതാണ് കണ്ടത്, അപ്പം മരിച്ചു കിടക്കുന്നതാണോ എന്നുള്ള കാര്യങ്ങൾ പിന്നീടാണ്. പക്ഷേ ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പം തന്നെ അത് ആൾ മരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇതിൻ്റെ അന്വേഷണത്തിൽ മണ്ണന്തല പോലീസ് ഫർദറായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തണം. പോസ്റ്റ്മോർട്ടത്തിൽ കൂടെ മാത്രമേയാണ്
മാത്രമേ നമുക്ക് എങ്ങനെയാണ് കൊലപാതകം നടത്തിയത്, എന്ത് മുറിവാണ് ആ ശരീരത്തിലുണ്ട്, രക്തത്തെ വാർന്നു കിടക്കാൻ എന്താണ് ചെയ്തത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. മദ്യലഹരിയിൽ ഇയാൾ ചെയ്തതാണോ അതോ എന്താണ് സഹോദരിയുമായിട്ടുള്ള ഉടക്ക് അല്ലെങ്കിൽ പ്രശ്നം. കാരണം അവർ 5-6 മാസമായി തൻ്റെ കുട്ടികളെയും കളഞ്ഞ് ഭർത്താവിനെയും കളഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുകയാണ് എന്നാണ് മാതാപിതാക്കൾ ആയ ഷഫീഖും അതുപോലെ തന്നെ സെലീനയും പറയുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ദുരൂഹത പോലീസ് നീക്കണം. എങ്കിലാണ് യഥാർത്ഥത്തിൽ എന്തുണ്ടായെന്ന് സംഭവിച്ചതെന്ന് പോലീസിന് കണ്ടെത്താൻ കഴിയുള്ളൂ. കാരണം ഫോറൻസിക് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മരണകാരണം എങ്ങനെയുണ്ടായി, ഏത് വിധത്തിൽ കൊന്നു, ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ടാകാൻ കാരണം, അങ്ങനെയുള്ള വിശദ വിവരങ്ങളൊക്കെ അറിയാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും അടുത്ത ദിവസം മാത്രമേ നമുക്കിതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വെളിയിലേക്ക് ലഭിക്കുകയുള്ളൂ എന്ന് കരുതുന്നു.